1201 കർക്കിടക മാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാൻ പ്രവചിക്കുന്നത്. 17/7/2026 മുതൽ 16/8/2026 വരെയുള്ള ഒരു മാസ കാലയളവിലെ പ്രവചനങ്ങളാണ് നടത്തുന്നത്. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ ഫലങ്ങളാണ് പറയുന്നത്. അതായത് ആദിത്യ ഗുരു യോഗം നടക്കുന്നതിനാല് ജ്ഞാനവും നേതൃത്വവും ഉണ്ടാകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. കാരണം ബുദ്ധി കുറച്ച് നേരെയാവുന്നു. അതുപോലെ തന്നെ നേതൃത്വ പാഠവും ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. ആഗ്രഹത്തെ അല്ലെങ്കിൽ അഭിലാഷത്തെ ബുദ്ധിശക്തിയുമായിട്ട് യോജിക്കാൻ സാധിക്കുന്നു. കാരണം നമുക്ക് ആഗ്രഹങ്ങളെല്ലാം നടക്കുമോ ഇല്ല എന്നുള്ള കാര്യങ്ങൾക്ക് വിശകലനം ചെയ്യാനായിട്ട് ബുദ്ധി ഉണ്ടാകുന്നു. വ്യക്തികളെ ബഹുമാന്യരായ നേതാക്കളാക്കി മാറ്റുന്നു. ഏതെങ്കിലും രീതിയിൽ ഉള്ള രാഷ്ട്രീയപരമായിട്ടൊക്കെ പൊതുപ്രവർത്തകർക്കാണെങ്കിൽ അവർക്ക് നേതൃത്വ പാഠവും ഉണ്ടായി അവർ നേതൃസ്ഥാനത്തേക്ക് വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ആത്മീയപരമായിട്ടുള്ള ഒരു വളർച്ച ഉണ്ടാകുന്നതിന് ഒരു സാധ്യതയുണ്ട്. ചന്ദ്രനും ഗുരുവും കേതുവും കൂടി ഒരു രാശിയിൽ വരുന്നതിനാൽ ആത്മീയ കാര്യങ്ങളിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാകുന്നതിന് ഒരു സാധ്യത. അതായത് ഈ ആത്മീയ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്നതൊക്കെ ശരിയാണോ തെറ്റാണോ, ദൈവം ഉണ്ടോ ഇല്ലയോ, അങ്ങനെയൊക്കെ ഉള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. അതായത് ബന്ധുക്കളിൽ നിന്നും ബന്ധങ്ങളിൽ നിന്നൊക്കെ സ്വയം ഒഴിഞ്ഞു മാറി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ കേതു ശുക്ര യോഗത്തിനാൽ ബന്ധങ്ങളിൽ മിഥ്യാധാരണ ഉണ്ടാകുന്നു. അതായത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ളത് അല്ലാത്തുള്ള ബന്ധങ്ങളെല്ലാം തന്നെയും അവിടെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായി കുറച്ച് അകൽച്ച ഉണ്ടാകുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. യാഥാർത്ഥ്യ ബോധമല്ലാതെ ഒരിക്കലും നടക്കൂല എന്ന് നമുക്ക് അറിയാമെങ്കിൽ തന്നെയും അതിലേക്ക് വേണ്ടി പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന ഒരു അത് നടക്കും എന്ന് വിചാരിക്കുന്നു. ചില കാര്യങ്ങൾ നടക്കൂല, പക്ഷെ എങ്കിലും അത് നടക്കുമെന്ന് വിചാരിച്ച് കാത്തിരിക്കുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ യോഗങ്ങൾ നടക്കുന്നതിനാൽ. വ്യക്തിപരമായ ബന്ധങ്ങളിലും വിള്ളലുകൾ വരുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ സുഹൃത്തുക്കളുമായിട്ടും ഉള്ള ബന്ധങ്ങളിൽ ഒരു വിള്ളൽ ഉണ്ടാകാം. അതുപോലെ ആത്മീയതയിൽ നിന്ന് ചിലർ പൂർണ്ണമായി അകന്നു പോകുന്നതിന് ഒരു സാധ്യതയുണ്ട്. കാരണം ഈ മതത്തിൽ നിന്നിട്ട് കാര്യമില്ല, അതുകൊണ്ട് വേറെ മതത്തിൽ പോയി ചേരാമെന്നോ അല്ലെങ്കിൽ ഒരു മതവും വേണ്ടെന്നുള്ള ഒരു ചിന്ത ഉണ്ടാകാം. സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി ക്ഷേത്രങ്ങളും ദേവാലയങ്ങളൊക്കെ കൊള്ള ചെയ്യേണ്ട ഒരു ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ കൊള്ള ചെയ്യപ്പെട്ടില്ലെങ്കിൽ അവ നശിപ്പിക്കപ്പെടാം. ഇനി ക്ഷേത്രങ്ങളും ദേവാലയങ്ങളൊന്നും വേണ്ട എന്നുള്ള ഒരു ധാരണ ചിലർക്ക് ഉണ്ടായിട്ട് അതൊക്കെ നശിപ്പിക്കാൻ ശ്രമിക്കാം. പുണ്യപ്പെട്ട ഗ്രന്ഥങ്ങൾ, അതായത് മതഗ്രന്ഥങ്ങൾ, ഏത് മതത്തിന്റെ ആയിരുന്നാലും ആ ഗ്രന്ഥങ്ങളെ തെറ്റായിട്ട് വ്യാഖ്യാനിച്ച് ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള മതപ്രവചനങ്ങൾ ഉണ്ടാകാം. കള്ള പ്രവാചകരുണ്ടാകാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. ഇവരെല്ലാം തന്നെയും യഥാർത്ഥമായിട്ടുള്ള ഭക്തജനങ്ങളെ ആശയക്കുഴപ്പം ഉണ്ടാക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മനസ്സിനൊരു ആശയക്കുഴപ്പം, പറയുന്നത് നേരാണോ, എഴുതിയിരിക്കുന്നത് ശരിയാണോ തെറ്റാണോ, ആ ഒരു ആശയക്കുഴപ്പം അവർക്ക് ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഏതായിരുന്നാലും ദൈവിക വിശ്വാസികൾക്ക് ഒരു നല്ല കാലമല്ല ഈ കർക്കിടക മാസം. അതുപോലെ മിക്കവർക്കും ധനസമൃദ്ധിയും വാക്കിന് മാധുര്യവും ഉണ്ടാകുന്ന ഒരു സമയമാണ്. എവിടെ ചെന്നാലും സുഖമില്ലാത്ത ഒരു അവസ്ഥ മാറിക്കിട്ടുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. ശ്രമിച്ചാൽ പല വഴികളിൽ കൂടിയും ധനലാഭം പ്രതീക്ഷിക്കുന്നതാണ്. ചില ദമ്പതികൾക്ക് സന്താനഭാഗ്യം ഉണ്ടാകുന്നതിനുള്ള യോഗം കാണുന്നുണ്ട്. ബന്ധുക്കൾ സഹായിക്കാനും സഹകരിക്കാനും സാധ്യത കാണിക്കുന്നു. കാര്യങ്ങൾ മിക്കവാറും നടന്നു കിട്ടുന്നു. മുമ്പൊക്കെ ആണെങ്കിൽ കാര്യ തടസ്സം ഉണ്ടാകുന്നു, ഇതെല്ലാം മാറിക്കിട്ടി കാര്യങ്ങൾ നടന്നു കിട്ടുന്നു. മനസ്സിനൊരു സമാധാനവും കുടുംബ സൗഖ്യവും ലഭിക്കുന്നു. വീട് നിർമ്മാണം ആരെങ്കിലും പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് നേരെ പണിയെല്ലാം പൂർത്തിയാക്കി അടുത്ത മാസം താമസിക്കുന്നതിന് സാധിക്കുന്നു. ചിങ്ങമാസത്തിൽ താമസിക്കുന്നതിന് സാധിക്കുന്നു. ശത്രുക്കളുടെ ശല്യം കുറഞ്ഞു കിട്ടുന്നു. നിക്ഷേപങ്ങളിൽ നിന്നും ആദായം ലഭിക്കുന്നതിനുള്ള ഒരു സമയവും കൂടിയാണ്. ചില ഗ്രഹങ്ങൾ മോശം രാശികളിൽ കൂടി സഞ്ചരിക്കുന്നതിനാൽ മോശഫലങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. സന്താനങ്ങൾക്ക് ചില പ്രശ്നങ്ങൾ വരാം. ഒന്നുകിൽ ആരോഗ്യ പ്രശ്നം വരാം, അല്ലെങ്കിൽ വിദ്യാ തടസ്സം വരാനുള്ള ഒരു സാധ്യത ചിലർക്ക് കാണുന്നുണ്ട്. അതുപോലെ അവിവേകമാണ് കാണിക്കുന്നെങ്കിൽ പല രീതിയിലുള്ള തിരിച്ച് അടികൾ നമുക്ക് ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. കാരണം സാമ്പത്തികപരമായിട്ടും അല്ലാതെയൊക്കെയുള്ള നഷ്ടങ്ങൾ വരാം. അതുപോലെ സർക്കാരിൽ നിന്നും ചില നോട്ടീസുകൾ, അതായത് ഭയം ജനിപ്പിക്കുന്ന നോട്ടീസുകൾ, സമൻസുകൾ ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. അവയെല്ലാം യഥാക്രമം വേണ്ടുന്ന രീതിയിൽ കൈകാര്യം ചെയ്യുന്നത് നല്ലതായിരിക്കും. ചില രോഗങ്ങൾ വരുന്നതിന് ഒരു സാധ്യതയുണ്ട്. ഇനി അശ്വതി നക്ഷത്രക്കാർക്ക് പ്രായത്തിനനുസരിച്ചിട്ടുള്ള ഫലങ്ങളാണ് ഞാൻ പ്രവചിക്കുന്നത്. 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്
സാധാരണ അസുഖങ്ങൾ, ബാല്യകാലത്തുള്ള അസുഖങ്ങൾ ഉണ്ടാകുന്നതിന് ഒരു സാധ്യതയുണ്ട്. ഈ കാലത്തെ കുട്ടികളെ അഗ്നിയിൽ നിന്നും, അതായത് പൊട്ടാസ്, പടക്കം എന്നിവയിൽ നിന്നും വൈദ്യുതിയിൽ നിന്നൊക്കെ മാറ്റി നിർത്തുന്നത് നല്ലതായിരിക്കും. കാരണം ഒരു അപകടം ഉണ്ടാവാൻ വളരെയധികം സാധ്യത കാണുന്നതിനാൽ ശ്രദ്ധിക്കുക. താൽക്കാലികമായിട്ടാണെങ്കിൽ തന്നെയും സ്വന്തം വീട്ടിൽ നിന്ന് കുടുംബസമേതം അന്യദേശത്തേക്ക് താമസം മാറുന്നതിന് ഒരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ക്രമേണയായി ഈ വീട്ടുകാർക്ക് ധനശേഷി ഉണ്ടാകുന്നതായിട്ട്, വർദ്ധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. 3 വയസ്സ് മുതൽ 23 വയസ്സ് വരെയുള്ള അശ്വതി നക്ഷത്രക്കാർക്ക്, രക്ഷകർത്താക്കൾക്ക് ചില സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വിദ്യാഭ്യാസം കുഴപ്പമില്ലാതെ ആരംഭിക്കുന്നതിനും മുന്നോട്ട് പോകുന്നതിനും സാധിക്കുന്നു. കുടുംബത്തിൽ ഒരു വാഹനം ലഭ്യമാകുന്നതിനുള്ള ഒരു യോഗം കാണുന്നുണ്ട്. കുടുംബത്തിൽ ക്രമേണ ഐശ്വര്യം വർദ്ധിക്കുന്നു. ചെറിയ അസുഖങ്ങൾ വരാം, എന്നാലും വലിയ പ്രശ്നങ്ങളൊന്നും ഈ സമയം കാണുന്നില്ല. കുടുംബത്തിന് ഭൂമി ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. 23 വയസ്സ് മുതൽ 29 വയസ്സ് വരെയുള്ള അശ്വതി നക്ഷത്രക്കാർക്ക് അധികം ഒരു നല്ല കാലമല്ല ഈ സമയം. ചിലർക്ക് സാമ്പത്തിക, സർക്കാരിൽ നിന്നും മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും അനിഷ്ടങ്ങൾ ഉണ്ടാകാം. ലോണൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ തിരിച്ചടവിൽ വീഴ്ച വന്നത് മൂലമുള്ള നടപടികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തൊഴിൽ സംബന്ധമായി പ്രശ്നം ഒന്നും കാണുന്നില്ല. ഈ സമയം കേസുകൾ നടത്തിയാൽ വിജയ സാധ്യത കുറവാണ്. അതുകൊണ്ട് കേസുകൾ പുതിയതായിട്ട് ആരംഭിക്കുന്നത് നല്ലതല്ല. വിദ്യാഭ്യാസം തടസ്സമില്ലാതെ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. പ്രേമം ഉള്ളവർക്ക് ഇവിടെ പ്രേമം പരാജയപ്പെടുന്നതിന് സാധ്യത കാണുന്നുണ്ട്. 29 വയസ്സ് മുതൽ 39 വയസ്സ് വരെ ഉള്ളവർക്ക് തൊഴിൽ സംബന്ധിച്ച് പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. തൊഴിലിൽ ഉയർച്ച ഉള്ളതായിട്ട് കാണുന്നുണ്ട്. വിവാഹം നടക്കാം. സന്താന ഭാഗ്യം കാണുന്നുണ്ട്. വാദം, പിത്തം, കഫം മൂലമുള്ള, അതായത് ഈ വാദപിത്ത കഫത്തിന്റെ സന്തുലിതാവസ്ഥയ്ക്കുള്ള വ്യത്യാസം മൂലം പല രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. ചിലർക്ക് ചില പ്രത്യേക ബഹുമതികൾ ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. പ്രവൃത്തി മണ്ഡലവും വീടുമായിട്ട് ഒത്തുചേർന്ന് പോകുന്നതായിട്ട് തോന്നാൻ സാധിക്കും. അത് ഒരു സുഖമുള്ള കാര്യമാണ്. ചിലർക്ക് സ്കോളർഷിപ്പോ മറ്റു ആനുകൂല്യങ്ങളോ ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. 39 വയസ്സ് മുതൽ 46 വയസ്സ് വരെയുള്ള അശ്വതി നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായും തൊഴിൽപരമായും ഉന്നതി ഉണ്ടാകുന്ന ഒരു സമയമാണ്. അസൂയാലുക്കൾ, ശത്രുക്കൾ ഇവ പ്രതികാര നടപടിയുമായി വരാൻ സാധ്യതയുള്ളതിനാൽ ഒന്ന് ശ്രദ്ധിക്കുക. എത്ര പ്രയാസപ്പെട്ടാണെങ്കിലും എല്ലാവരുമായി ഒരു ഐക്യത്തിൽ പോകുന്നത് നല്ലതായിരിക്കും. അതുപോലെ അടുപ്പിക്കാൻ കൊള്ളാത്തവരുമായി യാതൊരുവിധ സാമ്പത്തികമായിരുന്നാലും അല്ലാതെ ആയിരുന്നാലും ഒരു ഇടപാടും നടത്താണ്ടിരിക്കുക നല്ലതായിരിക്കും. തൊഴിൽ ചെയ്യുന്നവർക്കും വ്യാപാരികൾക്കും ശ്രദ്ധിച്ചാൽ അവർക്ക് അത് മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കും. നിങ്ങൾ ചെയ്യേണ്ട ജോലി വേറെ ആരെങ്കിലും ഏൽപ്പിച്ചിരുന്നാൽ അത് പല നഷ്ടങ്ങളും കഷ്ടങ്ങളും ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. 46 വയസ്സ് മുതൽ 64 വയസ്സ് വരെയുള്ള അശ്വതി നക്ഷത്രക്കാർക്ക് ചില സമയങ്ങളിൽ ചിലർക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ വരാം. തൊഴിലിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളത് നിങ്ങൾ തന്നെ ആ പ്രശ്നം കണ്ടുപിടിച്ച് പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് നല്ലത്. വയറു സംബന്ധിച്ച് ചില പ്രശ്നങ്ങൾ വരാമെങ്കിലും വിദഗ്ധ ചികിത്സ ലഭിക്കുന്നതിനാൽ അതെല്ലാം മാറിക്കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ കുടുംബത്തിന് സമാധാനം ലഭിക്കുന്നു. 64 വയസ്സ് മുതൽ 80 വയസ്സ് വരെയുള്ള അശ്വതി നക്ഷത്രക്കാർക്ക് സ്വന്തമായി തൊഴിൽ നടത്തുന്നവർക്ക് ഏറെ ഗുണകരമായ കാലമാണ്. തൊഴിലിൽ പുരോഗതി ഉണ്ടാകുന്നു. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടു വരുന്നു. സർക്കാരിൽ നിന്നും ചില ആനുകൂല്യങ്ങൾ ലഭ്യമാകാം. മോഷ്ടാക്കളിൽ നിന്നുള്ള ഭയം ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കുക. ഇവിടെയും വയറ് സംബന്ധിച്ച് ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം. പക്ഷെ അതിനും വിദഗ്ധ ചികിത്സ ലഭിക്കുന്നതിനാൽ പൂർണ്ണമായും മാറിക്കിട്ടുന്നതാണ്. പ്രവൃത്തി മണ്ഡലത്തിൽ നിന്നും അവാർഡുകളും അംഗീകാരങ്ങളും ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. സമ്പാദ്യ പദ്ധതികളിൽ നിന്നും അതിന്റെ മെച്ചൂരിറ്റിയായി അത് കാലാവധി പൂർത്തിയാതിൽ നിന്ന് ആദായം ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. ഇവിടെയും ഉത്തമ വാഹനം വാങ്ങുന്നതിനും യോഗം കാണുന്നുണ്ട്. അതുപോലെ മുടങ്ങിക്കിടന്ന പല രീതിയിലും കിട്ടേണ്ടിയിരുന്ന ധനം ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. പഴയകാല സുഹൃത്തുക്കളെ കാണാനും സുഹൃത്ത് ബന്ധം പുതുക്കാനും സാധിക്കുന്നു ആണ് ഈ അശ്വതി നക്ഷത്രക്കാർക്ക്. നിങ്ങൾക്ക് ഈ വരുന്ന കർക്കിടക മാസത്തിൽ സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി, ദീർഘായുസ്, ആരോഗ്യ സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കുള്ള ജ്യോതിഷപരമായോ മുഹൂർത്തപരമായോ പൂജപരമായോ വാസ്തുപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. നന്ദി, നമസ്കാരം.